കസ്റ്റമർ ഫ്യൂച്ചറിൽ ഹൈബ്രിഡ് ആക്കാൻ പ്ലാനുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇപ്പോൾ ഓൺ ഗ്രിഡ് വെക്കണ്ട, ഈ ഇൻവെർട്ടർ വെച്ചാൽ മതി. ഇതിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ഇതിനെ ഓൺ ഗ്രിഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഓൺ ഗ്രിഡ് ആയിട്ട് വർക്ക് ചെയ്തോളൂ. 3 ഫേസിലെ ഒരു ന്യൂ ലോഞ്ച് ആണിത്. ഇത് 20 കിലോവാട്ടിന്റെ ആണ്. ഒരേ സമയം 4 വണ്ടി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി വരുന്നുണ്ട്. ഡൈനാമിക് ലോഡ് ഷെയറിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു വണ്ടി വരുമ്പോൾ വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ലോഡ് കൊടുക്കുന്നതിനാണ് ഡൈനാമിക് ലോഡ് ഷെയറിംഗ് പറയുന്നത്. ഫ്ലോറിൽ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോ ഒരു 20 യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. നമുക്ക് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് സ്റ്റോർ ആവുന്നത്. എൻ്റെ പേര് റിനു. ഞാൻ റെൻസോൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളിവിടെ അഡ്ലെക്സ് ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ ക്രീപ്പ റിന്യൂവബിൾ എനർജി എക്സ്പോ നടക്കുന്നുണ്ട്. അതിൽ ഡേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് 5 കിലോവാട്ട് സിംഗിൾ ഫേസ് ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. അപ്പോൾ വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻവെർട്ടറാണ്. നമുക്ക് ലിഥിയം ബാറ്ററിയോട് കൂടി പവർ ബാക്കപ്പ്, ഓൺ ഗ്രിഡിൻ്റെ എല്ലാ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പവർ ബാക്കപ്പ്, ഓൺ ഗ്രിഡിൻ്റെ എല്ലാ ഫംഗ്ഷനാലിറ്റി, ഓൾ ഇൻ വൺ സൊല്യൂഷൻ. ജനറേറ്റർ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ടോട്ടൽ ഒരു പവർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ. സിംഗിൾ ഫേസ് ആണ്. ഇതാണ് ഇതിന്റെ ബാറ്ററിയാണ്. 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ബാറ്ററിയാണ്. 5 യൂണിറ്റ് സ്റ്റോറേജ് ലിഥിയം അയൺ ബാറ്ററി. അതെ, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി. എക്സ്പാൻഡബിൾ ആണ്. നമുക്കിത് ബാറ്ററികൾ നമുക്ക് 10 ബാറ്ററി വരെ സീരീസ് പാരൽ ചെയ്യാം. 48 വോൾട്ട് ആണ് ഇതിന്റെ ഇൻപുട്ട്. അപ്പോൾ ഇത് 48 വോൾട്ട് ബാറ്ററി നമുക്ക് 10 വരെ പാരൽ ചെയ്യാം. അതുപോലെ ഇൻവെർട്ടർ നമുക്ക് പാരൽ ചെയ്യാം. ഇൻവെർട്ടറിന് ഔട്ട് നമുക്ക് പാരൽ ചെയ്യാം. ഇതിപ്പോൾ 5 കിലോവാട്ട് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ആണ്. ഇത് പാരൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാരൽ ചെയ്യാൻ പറ്റും, പക്ഷേ KCB അനുവദിക്കില്ല. കാരണം 5ന് മുകളിൽ പോയി കഴിഞ്ഞാൽ 3 ഫേസ് വേണം. അപ്പോൾ ഇതിന് തൊട്ട് മുകളിലുള്ള മോഡലുകളെല്ലാം നമുക്ക് പാരൽ ചെയ്യാം. അപ്പോൾ സൈഡിൽ 5000 വാട്ട് 5000 വാട്ട് നമുക്ക് പാനൽ കണക്ട് ചെയ്യാം. 1000 വാട്ടിന്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഉണ്ട്. 1000 വാട്ടിന്റെ 600 വോൾട്ട്. ഇത് ഓൺ ഗ്രിഡ് ആയിട്ട് ബാറ്ററി കണക്ട്. അപ്പൊ നമുക്കൊരു കസ്റ്റമർ സ്റ്റോർ ചെയ്യും. ഒരു കസ്റ്റമർ ഫ്യൂച്ചറിൽ ഹൈബ്രിഡ് ആക്കാൻ പ്ലാനുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇപ്പോൾ ഓൺ ഗ്രിഡ് വെക്കണ്ട, ഈ ഇൻവെർട്ടർ വെച്ചാൽ മതി. ഇതിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ഇതിനെ ഓൺ ഗ്രിഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഓൺ ഗ്രിഡ് ആയിട്ട് വർക്ക് ചെയ്തോളൂ. അടുത്ത നേരെ 3 ഫേസ് മോഡലുകൾ. 3 ഫേസിലെ ഒരു ന്യൂ ലോഞ്ച് ആണിത്. ഇത് 20 കിലോവാട്ടിന്റെ ആണ്. ലോ വോൾട്ടേജിൽ, അതായത് 48 വോൾട്ട് ആണ് ഇതിന്റെ ഇൻപുട്ട്. 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയണിൽ 51.2 വോൾട്ട് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതും പാരൽ ചെയ്ത് ഉപയോഗിക്കാം. 20 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് അപ് ടു 16 ഇൻവെർട്ടർ വരെ പാരൽ ചെയ്യാം. ഇൻവെർട്ടർ വരെ പാരൽ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ ബാറ്ററി ആണെങ്കിൽ അതുപോലെ തന്നെ പാരൽ ചെയ്യാം. അപ്പൊ സ്കെയിലബിൾ ആണ്. 20 കിലോവാട്ട് ആണ് ഇതിന്റെ ഇൻപുട്ട്. അപ്പൊ നമുക്കൊരു 50 കിലോവാട്ടിന്റെ ലോഡ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് 3 പാരൽ ചെയ്യാം. ബാറ്ററി അതും നമ്മുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വ്യത്യാസം വെച്ചാൽ കൊമേഴ്ഷ്യൽ ഹൈ വോൾട്ടേജ് ആണ്. അതിന് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 700 വോൾട്ട് വരെ കൊടുക്കാം. ആംബിയർ റേറ്റിംഗ് അതിന് കുറവാണ്. ഇത് ആംബിയർ റേറ്റിംഗ് 350 ആംബിയർ ഇൻപുട്ട് എടുക്കും. അതുകൊണ്ട് 48 വോൾട്ടിൽ തന്നെ നമുക്ക് 20 കിലോവാട്ട് ലോഡ് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പാരൽ ചെയ്ത് യൂസ് ചെയ്യാം. ഇത് ഡേയുടെ 50 കിലോവാട്ടിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്, പ്ലസ് ലിഥിയം അയൺ ബാറ്ററി. രണ്ടും 2 പ്രൊഡക്റ്റ് ആണ്. ഈ ബാറ്ററിയുടെ ഇൻവെർട്ടറിന്റെ കൂടെ ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യിക്കാം. ഇത് 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു ബാറ്ററി, 5 യൂണിറ്റ് സ്റ്റോറേജ്. ഇത് 50 കിലോവാട്ട് ഇൻവെർട്ടർ. നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതിന് സ്കെയിൽ ചെയ്യാം. നമ്മുടെ റിക്വയർമെന്റ് പോലെ നമുക്ക് സ്കെയിൽ ചെയ്യാം. നമ്മുടെ ഒരു റിക്വയർമെന്റ് 50 കിലോവാട്ടാണ് കണക്ടർ ലോഡ് എങ്കിൽ നമുക്ക് 50 കിലോവാട്ടിന്റെ ഒരു ഇൻവെർട്ടർ മതി. ദെൻ നമ്മുടെ ബാക്കപ്പ് നമുക്ക് വേണ്ടത് ഒരു 100 യൂണിറ്റ് വേണം, അല്ലെങ്കിൽ 50 യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ 10 ബാറ്ററി നമുക്ക് വേണം. അങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്ത് പോവാം. ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിക്വയർമെന്റ് കൂടുകയാണെങ്കിൽ സീരീസ് ചെയ്തിട്ടാണ്. അതായത് 50 കിലോവാട്ടിന്റെ ഇൻവെർട്ടറുകൾ ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറുകളാണ്. അപ്പൊ അത് സീരീസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. 700 വോൾട്ട് വരെ പോകാം നമുക്ക് സീരീസ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മളിപ്പോ ഇത് ഏറ്റവും വലിയ ഇൻവെർട്ടർ തുടങ്ങിയോണ്ടാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. നമുക്ക് 5 കിലോവാട്ട് ഇൻവെർട്ടേഴ്സ് അവൈലബിൾ ആണ്, 20 കിലോവാട്ട് ഇൻവെർട്ടേഴ്സ് അവൈലബിൾ ആണ്. അത് നമ്മുടെ യൂണിറ്റ് അനുസരിച്ച് നമുക്ക് ഒരു 400 യൂണിറ്റ് ആണ് നമുക്ക് 50 കിലോവാട്ട്. 50 കിലോവാട്ട് VOC ഒരു 1000 വോൾട്ട്. 10 ഇയർ വാറണ്ടി. ഇൻവെർട്ടറും ബാറ്ററിയും കൂടെ കൂട്ടിയിട്ട് 10 ഇയർ വാറണ്ടി. രണ്ടായിട്ടും വർക്ക് ചെയ്യും. ഹൈബ്രിഡ് സിസ്റ്റം ആണ്, ഓൺ ഗ്രിഡ് ആയിട്ടും വർക്ക് ചെയ്യും.
ബാറ്ററി വെച്ചില്ലെങ്കിലും നമ്മൾ ഓൺ ഗ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഫ്യൂച്ചറിൽ ഹൈബ്രിഡിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയിലാണ് വെച്ച് വർക്ക് ചെയ്യാം. ഇപ്പം ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം, എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലിപ്പോൾ വരുന്നത് നമ്മൾ ബോസോൺ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അത് പറഞ്ഞാൽ ഒരു US മെയ്ഡ് ബ്രാൻഡാണ്. എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്നത്. എനർജി പർപ്പസ് സോളാർ ആൻഡ് ഓഫ് ഗ്രിഡ് ആണ് ഹൈബ്രിഡ് യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ നോർമലി ഇപ്പം റെസിഡൻഷ്യൽ ഉപയോഗിക്കുന്ന ബാറ്ററീസ് ആണിത്. അതുപോലെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണ് ഈ കാണുന്നത്. ഇത് HV ബാറ്ററീസ് ആണ്, ഹൈ വോൾട്ടേജ്. നമുക്ക് വരുന്ന 76 വോൾട്ട് ആണ് ഒന്ന് വരുന്നത്, 100 ആംപിയർ. അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ് ടു നമുക്ക് 1 മെഗാവാട്ട് വരെ നമുക്കത് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വരുന്ന റെസിഡൻഷ്യൽ പർപ്പസിലും സ്മോൾ സ്കെയിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് വരുന്നത് ഒരു വാൾ മൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിൽ മൗണ്ട് ചെയ്ത് നമുക്ക് സിസ്റ്റം വരുന്നുണ്ട്. ഇത് നമുക്ക് വരുന്നത് 48 വോൾട്ട് ആൻഡ് 105 AH. ഇതിൽ നമുക്ക് വരുന്നത് 51.2 വോൾട്ട് ആൻഡ് 100 AH ആണ് വരുന്നത്. നമുക്കിപ്പം ഏതൊക്കെ ഇൻവേർട്ടർ ആയിട്ട് കോമ്പാക്റ്റബിൾ ആണ് ചോദിക്കും. നമുക്കിത് എല്ലാ ഇൻവേർട്ടർ ആയിട്ടും കോമ്പാക്റ്റബിൾ ആണ്. നമുക്കിപ്പോൾ ഡേ ആണെങ്കിലോ സോളിസോ അല്ലെങ്കിൽ ഗ്രോവാട്ട് ഏതാണ്, നമുക്ക് ഏത് ഇൻവേർട്ടർ ആണെങ്കിലും നമുക്ക് കോമ്പാക്റ്റബിൾ ആണ്. കാരണം നമുക്ക് ഇതിൽ എല്ലാ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും വരുന്നുണ്ട്. ക്യാൻ ആണെങ്കിൽ നമുക്ക് പൈലോൺ ടെക്, അതുപോലെ തന്നെ നമുക്ക് RS485 പ്രോട്ടോക്കോളും എല്ലാം നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ആയിട്ട് വരും. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഏത് ഇൻവേർട്ടറിലും റീസെറ്റ് ആയിട്ട് എല്ലാ അധികം തന്നെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഡിഫോൾട്ട് ആയിട്ട് ഇപ്പം പൈലോൺ ടെക് ആണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ സോളിസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ അധികം ഗ്രോവാട്ടിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രോട്ടോകോൾ ഇത് ചേഞ്ച് ആകും, അങ്ങനെ അത് പെയർ ആവും. ഇത് അതേപോലെ തന്നെ സിസ്റ്റമാണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് ഒരു ഫ്ലോറിൽ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഒരു 20 യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. നമുക്ക് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് സ്റ്റോർ ആവുന്നത്, 5 യൂണിറ്റ്. അപ്പം ഇത് നമുക്ക് 48 ആൻഡ് 105 ആയതാണ് 5 യൂണിറ്റ് സ്റ്റോർ ആവും. അതുപോലെ തന്നെ ഇത് നമുക്ക് 5 യൂണിറ്റ് ആണ് സ്റ്റോർ ആവുന്നത്. നമുക്ക് പിന്നെ ഇത് മാക്സിമം 16 ബാറ്ററി വരെ നമുക്ക് പാരൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 80 യൂണിറ്റ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം HVയിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം മെഗാവാട്ട് കണക്കിന് നമുക്ക് വലിയ സിസ്റ്റം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മൊത്തം ഇപ്പം ഇതിപ്പം സീരീസ് ചെയ്തേക്കുക ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ഉണ്ട്. ക്ലസ്റ്ററിൽ നമുക്ക് ഇതിൽ ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് BMS യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓരോന്നിൽ വരുമ്പോഴും ഇതെല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു RCU യൂണിറ്റും പിന്നെ മൊത്തം സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു SU യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ കാര്യങ്ങളും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ വരാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് എത്രയാണ് ഇതിന്റെ SOC എന്നുള്ളത് നമുക്ക് കറന്റ്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ LED വെച്ച് പറയാൻ പറ്റും. നമുക്ക് 25%, 50%, 75 ആൻഡ് ഫുൾ ബാറ്ററി SOC ആണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജിങ് സമയത്തായിരിക്കും ഇത് മെയിൻലി നമുക്ക് LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ സെക്ഷനിലോട്ട് വരും, ഇവിടെയാണ് നമുക്ക് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ട്, പിന്നെ നമുക്ക് പാരലൽ ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ, പിന്നെ സ്ലേവർ സെറ്റ് ചെയ്യാനുള്ള ഡിപ്പ് സ്വിച്ചും കാര്യങ്ങളും, പിന്നെ ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഡിവൈസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ പാരലൽ ചെയ്യുന്നതും ഈ ഏരിയ എന്നാണ്. നമസ്കാരം, എൻ്റെ എൽദോ മാത്യു. കമ്പനിയുടെ പേര് ചാർജിൻ. നമ്മളിത് പുതിയ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ ഡിവൈസാണ് ചാർജിൻ. EV വെഹിക്കിൾ ചാർജിങ് ഡിവിഷനിലേക്ക് വരുന്ന ഒരു പുതിയ കൺസെപ്റ്റാണിത്. ഇത് ഡൈനാമിക് ലോഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ലോഡ് ഷെയറിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അതേസമയം ഒരേ സമയം 120 kW മെഷീനായിരിക്കും. അത് ഒരേ സമയം 4 വണ്ടി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി വരുന്നുണ്ട്. ഡൈനാമിക് ലോഡ് ഷെയറിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു വണ്ടി വരുമ്പോൾ വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ലോഡ് കൊടുക്കുന്നതിനാണ് ഡൈനാമിക് ലോഡ് ഷെയറിംഗ് പറയുന്നത്. നമ്മുടെ വിഷയം പോസിബിളാണ്. റീസെന്റ് ലോഞ്ച് നമ്മൾ എക്സിബിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചാണ് ലോഞ്ച് നടന്നത് ചാർജ് ചെയ്യുന്ന ബ്രാൻഡ്. നമ്മൾ ഇത് ഇന്ത്യ വൈഡ് മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് വരാൻ പോകുന്നത് കോതമംഗലത്താണ്. ഇത് പുതിയ ടെക്നോളജിയാണ്. ഇതിൻ്റെ അത് കേബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിൻ കേബിളാണ്. കൂളിംഗ് ടെക്നോളജി കൂടുതലുള്ള കേബിൾ ആയതുകൊണ്ട് ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തരും. 94% എഫിഷ്യൻസി ഉണ്ടാവും. ഇത് 2 വേക്കുകൾ, ഇതിൽ 4 വേക്കുകളുണ്ട്. ഇതിൽ 2 ഇത് 4 വേക്കുകൾ. 4 വേക്കുകൾ അല്ലേ? സ്കൂട്ടർ, കാറ് എല്ലാം ഒള്ളി കാറിൽ മാത്രം. കാറോട്ട് മുകളിലോട്ട് വണ്ടികൾ. ഇത് 2 കാർ ചാർജിങ്. കാറ് അതുപോലത്തെ യൂട്ടിലിറ്റി വെഹിക്കിൾസ് എല്ലാം ചാർജ് ചെയ്യും. സുഹൃത്തുക്കളെ,
കൃപ ഗ്രീൻ പവർ എക്സ്പോ 2024 എക്സ്പോയിൽ കാണിച്ചിരുന്ന വിവിധ കമ്പനികളുടെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ ഈ ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.